KPMSന്റെ വിവിധ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന ശാഖകളും പ്രവർത്തകരും മാതൃസംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് KPMS വൈക്കം യൂണിയൻ ഭാരവാഹികൾ. പട്ടികജാതി വിഭാഗത്തിലെ പ്രബല ശക്തിയായ പുലയ സമുദായം ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ സമുദായത്തിന് ഗുണം ലഭിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഭാവി കാര്യങ്ങൾ വൈക്കം യൂണിയന് കീഴിലുള്ള 51 ശാഖകളിലും പൊതുയോഗങ്ങൾ നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഏപ്രിൽ മാസത്തിൽ വിപുലമായ യൂണിയൻ സമ്മേളനം വൈക്കത്ത് നടത്തുമെന്നും KPMS സംസ്ഥാന സെക്രട്ടറി ശ്രീ KA തങ്കപ്പൻ, VK രാജപ്പൻ, K ശിവദാസ്, CP കുഞ്ഞൻ, KP ഹരി, വൈക്കം വിനോദ്, R പ്രസന്നൻ, അശോകൻ കൊല്ലപ്പള്ളി, ഉല്ലല രാജു, ഷാജി ഉല്ലല, ചിത്രം KG തുടങ്ങിയവർ വൈക്കം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തിരമാണ് മുടക്കുന്നത്. അങ്ങനെ മുടക്കുമ്പോൾ ഞങ്ങൾ വളരെ ദുർബലരും ഞങ്ങളുടെ രാഷ്ട്രീയം പലരും മുതലെടുക്കുകയും ചെയ്യുമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടത്ര പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റിയ പ്രോജക്റ്റുകളോ പദ്ധതികളോ ഒന്നും ഈ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല. കാരണം അവർ ചില രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് വാങ്ങി കൊടുക്കാവുന്ന, കാരണം കമ്മീഷൻ കിട്ടുമല്ലോ. ഇപ്പോൾ കട്ടിൽ വാങ്ങിക്കൊടുത്താൽ അതിനൊരു കമ്മീഷൻ, എന്ത് അങ്ങനെയുള്ള ചില പ്രോജക്റ്റുകൾ നടത്തുന്നതിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ വൈക്കത്ത് തന്നെയാണെങ്കിൽ 3000-ഓളം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന പുനർശ്രീകുമാറിന് ഇപ്പോൾ 500 താഴെ മെമ്പർഷിപ്പിലേക്ക് മാറേണ്ടി വന്നു കേരളത്തിൽ. ഇന്നലെ തന്നെ എറണാകുളത്ത് നടത്തിയ സമ്മേളനം എന്ന് പറഞ്ഞാൽ കസേര സമ്മേളനമായി മാറി. കാരണം 5000-6000 പേരെ ഇരുത്തുകൊണ്ട് അത്രയും കസേര ഇട്ടുകൊണ്ട് 50,000 പേരുടെ പരിപാടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം. പിന്നെ നിരവധി കോളേജ് ഫണ്ട്, സ്കൂൾ ഫണ്ട് തുടങ്ങിയ നിരവധി ഫണ്ടുകൾ, 12 കോടി രൂപയുടെ ഫണ്ട് തട്ടിപ്പ് പുനർശ്രീകുമാർ നടത്തിയിട്ടുണ്ട്. ഈ 28-ാം തീയതി അതിൻ്റെ വഞ്ചൂർ കോടതിയിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. CMBയുടെ വിധി വരികയാണ്. 12 കോടി കേരളത്തിലെ പുലയരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുലയരെ പറ്റിച്ച് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ പുലയർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവിഷൻ ന്യൂസ്, വൈക്കം.